ആരാ ആന്റപ്പ ചേട്ടാ? ആ, ഒരു ഭാവിരാജ. അയ്യോ, ഡയറക്ടർ ഭാഗ്യരാജായിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു. ഈ ഫോൺ നമ്പറാ കൊടുത്തത്. പോണ വലിയ മുതൽ എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരാജ് സാറല്ലേ? ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? 2 പരിപ്പോട പറ്റി. ചൗണിച്ചേട്ടൻ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഷൂട്ട്. സിനിമ ഷൂട്ടിങ്ങോ? ആ, സിനിമാ ഷൂട്ടിങ്. അയ്യോ, എന്ത് രസം. രതീഷ് സ്മിതയും കൂടെ നടു റോഡിൽ കിടന്നൊരു ബലാത്സംഗം. എന്തൊരു രസം. രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ. അടുക്കള ജോലിയുണ്ട്, അവന്റെ ഒരു ഷൂട്ടിങ്. ചേട്ടാ, നമുക്ക് പോകാം. നീ സമാധാനപ്പെട്ട് തങ്കമ്മേ. നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. മതിയെന്നേ, വല്ലവരും കാണും. വല്ലവരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മണിയറിയല്ല, കടപ്പുറം. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ, കൂടെ കഴിയുന്നവളെ പിന്നെന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേൾക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടുവന്ന് നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെണ്ണിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണു. പള്ളിയിൽ മണിയടിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയത്ത് ഈ മാതിരി പരിപാടികൾ പാടില്ല എന്നർത്ഥം. ഇന്ന് ഞായറാഴ്ച, എല്ലാരും കുമ്പസരിക്കുന്ന ദിവസമാണ്. സൂസൻ കുമ്പസരിക്കാൻ പോകുന്നില്ലേ? ഞാൻ പള്ളിയിൽ പോയിട്ട് എത്ര മാസമായെന്നറിയോ? ആ, എല്ലാ ഞായറാഴ്ചയും സത്യക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി തെറ്റുകൾ ഏറ്റവരിൽ സംശുദ്ധരാകണം. കുമ്പസാരിക്കുട്ടി ചെന്ന് എന്നും കള്ളം പറയാൻ എന്നെക്കൊണ്ടാവില്ല. തെറ്റുകൾ ഏറ്റു പറയുന്നത് വിഴുപ്പ് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന പോലെ ആത്മസംതൃപ്തിയല്ലേ? അതുമല്ല, എല്ലാ ആഴ്ചയും ചെന്ന് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ കേൾക്കുന്ന വൈദികൻ എന്ത് തോന്നുന്നു? അത്ര വലിയ തെറ്റുകൾ സൂസൻ ചെയ്യാറുണ്ടോ? ദേ, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടല്ലോ. കുമ്പസാരം കൂട്ടിലിരുന്ന് വൈദികനോട് പറയാനല്ലേ മടി? ഇങ്ങോട്ട് അടുത്തിരുന്ന് കേൾക്കട്ടെ. പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ സൂസൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ തെറ്റുകൾക്കും യഹോവയുടെ നാമധേയത്തിൽ നാം പുറത്തിരിക്കുന്നു.
തന്തയുടെ മൂക്കും കണ്ണും എല്ലാം ഉണ്ട്. ദേ, കരയാതെ. അതെ, അച്ഛൻ വന്നു. എന്റെ അവന്റെ ആ കള്ളനോട്ടം കണ്ടില്ലേ? സൂസൻ എവിടെ? അപ്പുറത്തുണ്ട്. ഒന്ന് വിളിക്കും. എന്റെ മാ, എന്റെ മാ. വീടൊക്കെ ചെറുതാ, സ്ഥല സൗകര്യവും കുറവാ. നമുക്ക് നല്ലൊരു പുതിയ വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയാലോ? വരട്ടെ, സാവകാശം ആലോചിക്കാം. മോളെ വന്ദന, ആ ചായ എവിടെ? ഇത് എന്റെ മോള വന്ദന. നമസ്കാരം മോളെ. ഇത് സൈമൻ, കടലിൽ നിന്ന് കിട്ടിയ നിത്യ. അങ്ങനൊന്നുമില്ല, എന്റെ ജീവൻ രക്ഷിച്ചത് വാസുവേട്ടനാണ്. സൈമൻ, ഉള്ള സൗകര്യത്തിൽ തൽക്കാലം ഇവിടെ താമസിക്കാം. സൗകര്യത്തിന്റെ അല്ല പ്രശ്നം, എനിക്കൊന്ന് വീട്ടിൽ പോകണം, സഹോദരി ഒന്ന് കാണണം. ഉടനെ ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് ചാടി കൊടുക്കരുത്. ഇന്ന് നീ പഴയതുപോലെ ഒന്നുമില്ലാത്തവനല്ല. ഏതായാലും എനിക്കൊന്ന് പോയേ പറ്റും. ഇല്ല, അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം നമുക്ക് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാം. എനിക്ക് എന്റെ സൂസനെ കാണണം. നീ ഇവിടെ ഇരുന്നാ മതി, എല്ലാം ഞാൻ പോയി അന്വേഷിച്ച് വിശദമായി വന്നു പറയാം. എന്നിട്ട് വേണ്ടേ ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല, അത് മതി. സൈമനെ കൊന്ന് കടൽ തള്ളി എന്നല്ലേ നീയൊക്കെ വീമ്പിളക്കിക്കൊണ്ട് നടന്നത്? ഒരു കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. അല്ല, രാജയ്ക്ക് സങ്കുണ്യ ഈ വേഷത്തിന്? വേഷമെങ്കിലും ഇരിക്കട്ടെ ആശാനെ. കാറോട്ടെ? കാറ് ഷെഡിലുണ്ട്. ഇനി കാൽനടയെ രക്ഷയുള്ളൂ. എന്ത് പറ്റി? മുതലാളി എന്നെ പിരിച്ചുവിട്ട് അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന്. അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് കളഞ്ഞ്. അയാളെ ബുദ്ധിയുള്ളവനാ, നീ വിചാരിച്ചോളൊന്നല്ല. അയാളെ കെട്ടിയോളി നീ തട്ടു. നീയാല മോൻ. കഷ്ടം, അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന്. അയാൾക്കിപ്പോ എല്ലാരെയും സംശയം. നീ ചുളൂല് അവിടെ വല്ല വേലി ഇറക്കിയോ? കുഞ്ഞാലിക്ക, സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല. അവന്റെ മരണമണി അടിക്കാറായി പോയി. സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. കുഞ്ഞാലിക്ക, നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാലെന്താ? അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ. തങ്കുടി മോനെ, അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല. ഒരു സേർട്ട് തരണം. ഇല്ല. എന്നാ ഒരു വീട് തരണം. വീടിണ്ട്, തരൂല. എനിക്ക് പോരാ, കടം വാങ്ങിച്ച് ഇവിടെ എഴുതി ഒരു അട്ടിയുണ്ട്. ഇനി വീടി വീടി വീടി. എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൻ തൽക്കാലം അങ്ങോട്ട് പോണ്ട. ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും? നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും. അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്നെനിക്കുണ്ട്. മോനെ, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടുന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്നാ വാസുവേട്ടൻ പറയുന്നത്? നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം. ആളാരാണെന്ന് ആരും അറിയണ്ട. രസകരമായ പലതും കാണാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അവിടെ കേട്ടാ മതി. അച്ഛാ, ഊണ് റെഡി. ആഹാ, എണീക്കൂ, നമുക്ക് ഉണ്ടിട്ടിറങ്ങാം. എന്തിനാ കുഞ്ഞ് കഴിയുന്നത്? അവന് പാല് കൊടുത്തില്ലേ? അതിന് വിശക്കുന്നുണ്ടാവും. മുലപ്പാലല്ല, കുപ്പിപ്പാലാ കൊടുത്തത്. കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത്. ചെല്ല.